ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വിശുദ്ധമായ ഈ നോയമ്പുകാലം 34-ാം ദിവസമായി ഇന്ന് സങ്കീർത്തനങ്ങളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താനായി എന്നോടൊപ്പം ആയിരിക്കുന്ന നിങ്ങളെ ഏവരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് 97 മുതൽ 100 വരെയുള്ള സങ്കീർത്തന ഭാഗങ്ങളാണ് പ്രാർത്ഥിക്കേണ്ടത്. നമുക്ക് വിശ്വാസമുള്ളവരായിരിക്കാം. പ്രത്യാശയോടെ ഇന്നത്തെ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് കടക്കാം. ക്രൂശിതരൂപനായി സ്നേഹസ്വരൂപനായി മനസ്സിൽ നീ വരണേ ദേവാ. ക്രൂശിതരൂപനായി സ്നേഹസ്വരൂപനായി മനസ്സിൽ നീ വരണേ ദേവാ. മനസ്സിൽ നീ വരണേ, എൻ മനസ്സിൽ നീ വരണേ, എൻ മനസ്സിൽ നീ വരണേ. സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവ ചോദിക്കുക, നിങ്ങൾക്ക് ലഭിക്കും. ഒരിക്കൽ കൂടി നമുക്ക് ആവർത്തിക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് നിങ്ങൾ ചോദിക്കുക, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നമുക്ക് സങ്കീർത്തന ഭാഗങ്ങളിലേക്ക് ഭക്തിപൂർവം പ്രത്യാശപൂർവം പ്രവേശിക്കാം. സങ്കീർത്തനങ്ങൾ 97. പ്രപഞ്ചനാഥാവായ ദൈവം, പ്രപഞ്ചനാഥാവായ കർത്താവ്. കർത്താവ് വാഴുന്നു, ഭൂമി സന്തോഷിക്കട്ടെ, ദീപസമൂഹങ്ങൾ ആനന്ദിക്കട്ടെ. മേഘങ്ങളും കൂരിരുട്ടും അവിടുത്തെ ചുറ്റുമുണ്ട്, നീതിയും ന്യായവും അവിടുത്തെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാണ്. അഗ്നി അവിടുത്തെ മുൻപേ നീങ്ങുന്നു, അത് അവിടുത്തെ വൈരികളെ ദഹിപ്പിക്കുന്നു. അവിടുത്തെ മിന്നൽ പിണറുകൾ ലോകത്തെ പ്രകാശിപ്പിക്കുന്നു. ഭൂമി അത് കണ്ട് വിറകൊള്ളുന്നു. കർത്താവിൻ്റെ മുൻപിൽ, ഭൂമി മുഴുവൻ്റെയും അധിപനായ കർത്താവിൻ്റെ മുൻപിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു. ആകാശം അവിടുത്തെ നീതിയെ പ്രഘോഷിക്കുന്നു. എല്ലാ ജനതകളും അവിടുത്തെ മഹത്വം ദർശിക്കുന്നു. വ്യർത്ഥബിംബങ്ങളിൽ അഭിമാനം കൊള്ളുന്ന വിഗ്രഹാരാധകർ ലജ്ജിതരായിത്തീരും. എല്ലാ ദേവന്മാരും അവിടുത്തെ മുൻപിൽ കുമ്പിടുന്നു. സിയോൻ ഇത് കേട്ട് സന്തോഷിക്കുന്നു, യൂദായുടെ പുത്രിമാർ ആഹ്ലാദിക്കുന്നു. ദൈവമേ, അവിടുത്തെ ന്യായവിധിയിൽ അവർ ആനന്ദിക്കുന്നു. കർത്താവേ, അങ്ങ് ഭൂമി മുഴുവൻ്റെയും അധിപനാണ്. എല്ലാ ദേവന്മാരെയും അങ്ങ് ഉന്നതനാണ്. തിന്മയെ ദ്വേഷിക്കുന്നവരെ കർത്താവ് സ്നേഹിക്കുന്നു. അവിടുന്ന് തൻ്റെ ഭക്തരുടെ ജീവനെ പരിപാലിക്കുന്നു. ദുഷ്ടരുടെ കയ്യിൽ നിന്ന് അവരെ മോചിക്കുന്നു. നീതിമാന്മാരുടെ മേൽ പ്രകാശം ഉദിച്ചിരിക്കുന്നു. പരമാർത്ഥ ഹൃദയർക്ക് സന്തോഷം ഉദിച്ചിരിക്കുന്നു. നീതിമാന്മാരെ, കർത്താവിൽ ആനന്ദിക്കുവിൻ, അവിടുത്തെ വിശുദ്ധ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. കർത്താവ് ഭൂമിയെ വിധിക്കാൻ വരുന്നു. 98-ാം സങ്കീർത്തനം. കർത്താവിനൊരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. അവിടുന്ന് അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ കരവും വിശുദ്ധ ഭുജവും വിജയം നേടിയിരിക്കുന്നു. കർത്താവ് തൻ്റെ വിജയം വിളംബരം ചെയ്തു. അവിടുന്ന് തൻ്റെ നീതി ജനതകളുടെ മുൻപിൽ വെളിപ്പെടുത്തി. ഇസ്രായേൽ ഭവനത്തോടുള്ള തൻ്റെ കരുണയും വിശ്വസ്തതയും അവിടുന്ന് അനുസ്മരിച്ചു. ഭൂമിയുടെ അതിർത്തികൾ നമ്മുടെ ദൈവത്തിൻ്റെ വിജയം ദർശിച്ചു. ഭൂമി മുഴുവൻ കർത്താവിന് ആനന്ദഗീതം ആലപിക്കട്ടെ. ആഹ്ലാദാരവത്തോടെ അവിടുത്തെ സ്തുതിക്കുവിൻ. കിന്നരം മീട്ടി കർത്താവിന് സ്തുതികൾ ആലപിക്കുവിൻ. വാദ്യഘോഷത്തോടെ അവിടുത്തെ പുകഴ്ത്തുവിൻ. കൊമ്പും കാഹളവും മുഴക്കി രാജാവായ കർത്താവിൻ്റെ സന്നിധിയിൽ ആനന്ദം കൊണ്ട് ആർപ്പിടുവിൻ. സമുദ്രവും അതിലുള്ളവയും ഭൂമിയും അതിലെ നിവാസികളും ഉച്ചത്തിൽ സ്വരമുയർത്തട്ടെ. ജലപ്രവാഹങ്ങൾ കരഘോഷം മുഴക്കട്ടെ. കർത്താവിൻ്റെ മുൻപിൽ പർവ്വതങ്ങൾ ഒത്തൊരുമിച്ച് ആനന്ദകീർത്തനം ആലപിക്കട്ടെ. അവിടുന്ന് ഭൂമിയെ വിധിക്കാൻ വരുന്നു. അവിടുന്ന് ലോകത്തെ നീതിയോടും ജനതകളെ ന്യായത്തോടും കൂടെ വിധിക്കും.
99-ാം സങ്കീർത്തനം. കർത്താവ് പരിശുദ്ധനാണ്. കർത്താവ് വാഴുന്നു, ജനതകൾ വിറകൊള്ളട്ടെ. അവിടുന്ന് കെരൂബുകളുടെ മേൽ സിംഹാസനസ്ഥനായിരിക്കുന്നു, ഭൂമി കുലുങ്ങട്ടെ. കർത്താവ് സിയോനിൽ വലിയവനാണ്, അവിടുന്ന് തൻ്റെ സകല ജനതകളുടെയും മേൽ ഉന്നതനാണ്. അവിടുത്തെ മഹത്വം ഭീതിജനകവുമായ നാമത്തെ അവർ സ്തുതിക്കട്ടെ. അവിടുന്ന് പരിശുദ്ധനാണ്. ശക്തനായ രാജാവേ, നീതിയെ സ്നേഹിക്കുന്നവനെ, അവിടുന്ന് ന്യായത്തെ സുസ്ഥാപിതമാക്കിയിരിക്കുന്നു. അവിടുന്ന് യാക്കോബിൽ നീതിയും ന്യായവും നടത്തി. നമ്മുടെ ദൈവമായ കർത്താവിനെ പുകഴ്ത്തുവിൻ, അവിടുത്തെ പാദപീഠത്തിങ്കൽ പ്രണമിക്കുവിൻ. അവിടുന്ന് പരിശുദ്ധനാണ്. മോശയും അഹ്റോനും അവിടുത്തെ പുരോഹിതന്മാരിൽപ്പെട്ടവരാണ്. അവിടുത്തെ നാമം വിളിച്ചപേക്ഷിച്ചവരിൽ സാമുവേലും ഉൾപ്പെടുന്നു. അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് അവർക്ക് ഉത്തരമരുളി. മേഘസ്തംഭത്തിൽ നിന്ന് അവിടുന്ന് അവരോട് സംസാരിച്ചു. അവർ അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ചു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങ് അവർക്ക് ഉത്തരമരുളി. അങ്ങ് അവർക്ക് ക്ഷമിക്കുന്ന ദൈവമായിരുന്നു, തെറ്റുകൾക്ക് ശിക്ഷ നൽകുന്നവനും ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. അവിടുത്തെ വിശുദ്ധ പർവ്വതത്തിൽ ആരാധന അർപ്പിക്കുവിൻ. നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്. സങ്കീർത്തനങ്ങൾ 100. കർത്താവ് നല്ലവനാണ്. കൃതജ്ഞതാബലിക്കുള്ള സങ്കീർത്തനം. ഭൂമി മുഴുവൻ കർത്താവിൻ്റെ മുൻപിൽ ആനന്ദഗീതം ഉതിർക്കട്ടെ. സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ. ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. കർത്താവ് ദൈവമാണെന്നറിയുവിൻ. അവിടെ നിന്നാണ് നമ്മെ സൃഷ്ടിച്ചത്, നമ്മൾ അവിടുത്തേതാണ്. നാം അവിടുത്തെ ജനവും അവിടുന്ന് മേയിക്കുന്ന ജഗണവുമാകുന്നു. കൃതജ്ഞതാഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ. സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ. അവിടത്തേക്ക് നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വാഴ്ത്തുവിൻ. കർത്താവ് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്, അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സ്നേഹമുള്ളവരെ, ഈ നിമിഷങ്ങൾ അത്രയും നമുക്ക് സങ്കീർത്തനങ്ങളിലൂടെ അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അവിടത്തേക്ക് നന്ദി പറയുന്നു. നിങ്ങളെ ഓരോരുത്തരെയും നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ എന്നോടത്തായിരിക്കുവാനായിട്ടുള്ള ആ നല്ല മനസ്സ് നിങ്ങൾ കാണിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ദൈവത്തിൽ പ്രത്യാശയുള്ളവരായിരിക്കാം. നമുക്ക് അടുത്ത ദിവസം വീണ്ടും പ്രാർത്ഥനയോടെ ആയിരിക്കാം. അതുവരെ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നിങ്ങൾക്ക് എൻ്റെ ഈ പ്രാർത്ഥനയിൽ എന്തെങ്കിലും കുറവുകളുള്ളതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്നേഹപൂർവ്വം കമൻറ്റ് ചെയ്യുകയോ എന്നെ അറിയിക്കുകയോ ചെയ്താൽ ഞാൻ ആ പോരായ്മകൾ പരിഹരിക്കാം. നന്ദി. ഇത് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യാൻ ശ്രമിച്ചാൽ എൻ്റെ ഈ കാര്യങ്ങൾക്ക് എന്തെങ്കിലും കൂടി മറ്റുള്ളവരിലേക്ക് കൂടി അത് എത്തിച്ചേരുന്നതിന് വചനമാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.